Hi guys, welcome back to my channel. If you're new here, please don't forget to subscribe, and if you already subscribed, thank you for always coming back. So ഞാൻ ഒരു മാസം മുന്നേ പറഞ്ഞിട്ട് പോയായിരുന്നു ഞാൻ ഇനിയും മലയാളം വീഡിയോസ് ചെയ്യാൻ ട്രൈ ചെയ്യാന്ന്. അപ്പോൾ ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് വിത്ത് അനദർ വീഡിയോ. ഇപ്രാവശ്യം എന്നോട് ഒത്തിരി പേര് ചോദിച്ചു എപ്പോഴാണ് ഇടുന്നത്, എന്താ ഇടാത്തത്. ലാസ്റ്റ് ടൈം ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തായിരുന്നു, എന്നോട് ആരും ചോദിച്ചില്ല എന്താ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഇടാത്തതെന്ന്. സോ വീഡിയോ എപ്പോൾ ഇടുമെന്ന് ചോദിച്ചവരോടെല്ലാം ഒരു ബിഗ് താങ്ക് യു. ദിസ് മേക്സ് മീ ഫീൽ വെരി സ്പെഷ്യൽ. ഇത് ഞാൻ ആക്ച്വലി പുറത്ത് പോകുന്നുണ്ട്, സോ ഐ തോട്ട് ഫിലിം ചെയ്യാമെന്ന്. വെരി ഈസി, സിമ്പിൾ, എന്നാൽ ഇച്ചിരി ഒരു ഗ്ലാമി ലുക്ക് ഇസ് വെൽ. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ലുക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഹോപ്പ്ഫുള്ളി പ്ലാൻ പോലെ നടക്കുമെന്ന് അറിയത്തില്ല, ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി വീഡിയോ നോക്കാം നടക്കുമോ ഇല്ലയോ എന്ന്. സോ ലെറ്റ്സ് നോട്ട് വേസ്റ്റ് ടൈം ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആസ് യൂഷ്വൽ വെളിയിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും SPF യൂസ് ചെയ്യും. നിങ്ങളും ഓഫ് കോഴ്സ് യൂസ് ചെയ്യണം. ഞാൻ ഇന്ന് ന്യൂട്രിജീനയുടെ ഈ ഒരു മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് SPFും ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഒത്തിരി പേര് ഇപ്പോഴും വിചാരിക്കുന്നത് SPF എടുത്തത് ടാനിങ് അവോയ്ഡ് ചെയ്യാനായിട്ടാണെന്ന്. നോ, ഇറ്റ് ഇസ് ടു പ്രൊട്ടക്ട് യുവർ സ്കിൻ ഫ്രം ദ UV rays. UV rays നമ്മുടെ സ്കിന്നിന് വളരെ ബാഡാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഇത് യൂസ് ചെയ്യേണ്ട മെയിൻ റീസൺ. സോ ടാൻ ആകുന്നത് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് വിൽ ഹാപ്പൻ നമ്മൾ വെളിയിൽ പോകുമ്പോൾ ഒക്കെ. ബട്ട് ദിസ് വിൽ മേ ബി അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഇച്ചിരി കുറയ്ക്കുമായിരിക്കും. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, ഓക്കെ. ബട്ട് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ് നമ്മൾ SPF യൂസ് ചെയ്യുന്നത്. മൂവിങ് ഓൺ ടു ദ ഫേസ്, ഞാൻ ചെറുതായിട്ടൊന്ന് കളർ കറക്റ്റ് ചെയ്യും. നിങ്ങളുടെ കയ്യിൽ കളർ കറക്റ്റർ ഇല്ലെങ്കിൽ യു ക്യാൻ ഓൾവേസ് യൂസ് എ റെഡ് ലിപ്സ്റ്റിക്. അപ്പോൾ ഞാൻ ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് വീഡിയോ റെഡ് ലിപ്സ്റ്റിക് വെച്ച് എങ്ങനെയാണ് കളർ കറക്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. മോസ്റ്റ് പീപ്പിൾ നോ ദിസ്, എന്നാലും ജസ്റ്റ് ടേക്ക് യു റെഡ് ലിപ്സ്റ്റിക്. ഇത് ഞാൻ അത്ര യൂസ് ചെയ്യാത്തൊരു റെഡ് ലിപ്സ്റ്റിക് ആണ്, അത്ര കൊള്ളത്തില്ല. സോ ഞാൻ ഈ പർപ്പസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ യൂസ് ചെയ്യും. ആൻഡ് വളരെ ലൈറ്റായിട്ട് എവിടെയാണോ കളർ കറക്റ്റ് ചെയ്യേണ്ടത് അവിടെ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് അണ്ടർ ദി ഐസും അറൗണ്ട് മൈ മൗത്തും ഇടാൻ പോകുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ കൺസീലർ യൂസ് ചെയ്യാം. കൺസീലർ ആ ഇന്നർ കോർണേഴ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എനിവേ നമ്മൾ കൺസീലർ ബ്ലെൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ള ഏരിയാസിലോട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം. ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചാണ് ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്യൂട്ടി സ്പഞ്ച് യൂസ് ചെയ്താൽ മതി. ആൻഡ് ബ്യൂട്ടി സ്പഞ്ച് എല്ലാം ബ്രഷ് ആണുള്ളതെങ്കിലും യു ക്യാൻ ജസ്റ്റ് ഡു ദാറ്റ്. പക്ഷേ ഇങ്ങനെ മുഖത്തിട്ട് ഉരയ്ക്കാതിരുന്നാൽ മതി, ജസ്റ്റ് ഡാബ് ചെയ്താൽ മതി. ഇനി ഞാൻ ഫൗണ്ടേഷനും ആസ് യൂഷ്വൽ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് തന്നെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഞാൻ എല്ലാ വീഡിയോസിൻ്റെ അതും പിന്നെയും പറയുന്ന കാര്യമാണ്, ബ്രിങ് എ മിറർ റിയലി ക്ലോസ് ടു യുവർ ഫേസ് ആൻഡ് മേക്ക് ഷുവർ മുഖത്ത് അങ്ങനെ പാച്ചസോ സ്ട്രീക്സോ ഒന്നും ഇല്ലാന്ന്. ഇനി ഞാൻ ഫുൾ ഫേസ് റിമലിന്റെ സ്റ്റേ മാറ്റ് പൗഡർ വെച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. കൺസീലർ എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്രീസ് ചെയ്യും. അപ്പോൾ ക്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ക്രീസോട് കൂടിയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ did that make any sense? But yeah, rest of the face ഞാൻ വളരെ ലൈറ്റ്ലി ആ പൗഡർ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഐബ്രോസ് ഫിൽ ചെയ്യാനായിട്ട് ഞാൻ ഈ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ദിസ് വൺ ഇസ് ഫ്രം റിമൽ. ആദ്യം ഞാൻ ഈ ഹെയർ എല്ലാം താഴോട്ട് ബ്രഷ് ചെയ്യും. എന്നിട്ട് ഈ മുകളിലത്തെ റീജിയനിലാണ് ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഹെയർ മുകളിലോട്ട് ബ്രഷ് ചെയ്തിട്ട് താഴത്തെ ഭാഗം ഫില്ല് ചെയ്യും. ഫ്രണ്ട് റീജിയനിലോട്ട് വരുമ്പോൾ വളരെ ലൈറ്റ് ഹാൻഡഡ് ആയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര ബോക്സി ആയിട്ട് ഭയങ്കര ഡാർക്ക് ആയിരിക്കും. ദാറ്റ് ലുക്സ് വെരി അൺനാച്ചുറൽ. ബട്ട് അതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഓഫ് കോഴ്സ് യു ക്യാൻ ഡു ദാറ്റ്. ഐ ലൈക്ക് ടു ഗിവ് ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് ലൈറ്റർ ഈ ഒരു റീജിയനിൽ. സോ ഈ ഐബ്രോസ് ഡൺ. ആൻഡ് ഈ ഐബ്രോ ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഐബ്രോസ് മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ്. നിങ്ങൾ ഇതുവരെ ഐബ്രോസ് ഫില്ല് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്, റിയലി മേക്സ് എ ഡിഫറൻസ്. ബ്ലഷിനായിട്ട് ഞാൻ ഈ മിലാനി കോസ്മെറ്റിക്സിന്റെ ഒരു ബേക്ക് ബ്ലഷാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇച്ചിരി ഒരു
ഷിമർ ഉണ്ട്, സോ ഇറ്റ് ആക്ട്സ് ആസ് എ ഹൈലൈറ്റർ ആസ് വെൽ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒത്തിരി ടെക്സ്ചറോ കുരുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഷിമറി അല്ല ഹൈലൈറ്റേഴ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എസെൻഷ്യലി ദീസ് ആർ ഹൈലൈറ്റേഴ്സ്. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിനെ അത് ഹൈലൈറ്റ് ചെയ്യത്തേ ഉള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ മാറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇടുന്നതായിരിക്കും ബെറ്റർ എന്നാണ് മൈ ഒപ്പീനിയൻ. ഐ ഡോണ്ട് നോ ക്യാമറയിൽ കാണുന്നുണ്ടോ എന്ന്, പക്ഷേ ഇറ്റ് ഹാസ് എ ബ്യൂട്ടിഫുൾ ഷിമർ ടു ഇറ്റ്. ഒത്തിരി ടൂ മച്ചും അല്ല, ബട്ട് ഇറ്റ്സ് വെരി സട്ടിൽ. ഞാനിത് പറയേണ്ട കാര്യമുണ്ടെന്ന് അറിയത്തില്ല. എൻ്റെ വീഡിയോ ഒരെണ്ണയിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് ബ്ലഷ് എൻ്റെ ചിന്നയിലും നോസയിലും ഇടാൻ. Like, that's my thing. Now the face is done. Let's move on to our eye makeup. ബിഫോർ സ്റ്റാർട്ടിങ് ഓഫ് ഞാൻ എൻ്റെ ഐലിഡ്സ് ഒന്ന് പ്രെപ്പ് ചെയ്യാൻ പോവാണ്. മുന്നേ നമ്മൾ കൺസീലർ യൂസ് ചെയ്തപ്പോൾ ഞാൻ അത് എൻ്റെ ഐലിഡ്സിൽ ഇട്ടിട്ടില്ലായിരുന്നു. കാരണം ഓൾറെഡി എൻ്റെ ഐലിഡ്സ് ഒരു ഇച്ചിരി പിഗ്മെന്റഡ് ആണ്, ദേ ആർ ലിറ്റിൽ ഡാർക്ക്. അപ്പോൾ ഈ ഷെയ്ഡ്സ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി പോപ്പ് ചെയ്യണമെങ്കിൽ ഐ നീഡ് ടു യൂസ് ഒരു വളരെ ലൈറ്റർ കൺസീലർ ആദ്യം ഇട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഈ കളേഴ്സ് യൂസ് ചെയ്താലേ അത് കാണത്തുള്ളൂ, അല്ലെങ്കിൽ അത് ഒട്ടും വിസിബിൾ ആയിട്ട് വരത്തില്ല. സോ എൻ്റെ ഐലിഡ്സിൽ ഞാൻ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു കൺസീലറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ജസ്റ്റ് കൈ വെച്ചൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് വെരി ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നാൽ മതി. ഐ മേക്കപ്പിനായിട്ട് ഞാൻ വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഈ ഒരു ഐ ഷാഡോ കോഡാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ പിങ്ക് ഷെയ്ഡ് ആക്ച്വലി ഇച്ചിരി ഒരു സ്പാർക്ലി ഷിമറി ആണ്. സോ ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. I'm gonna load it upon my fingers. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ബെയർ ഐലിഡ്സ് ഇട്ടിരുന്നെങ്കിൽ ഒട്ടും ഷോപ്പ് ചെയ്യത്തില്ലായിരുന്നു. സോ ആ ലൈറ്റ് കൺസീലർ റിയലി ഹെൽപ്സ്. ഇനി ഞാൻ ഒരു പ്ലെയിൻ ക്ലീൻ ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ ക്രീസിൽ കൂടെ ഒന്ന് റൺ ചെയ്യും. ഇഫ് യു ഡോണ്ട് ഹാവ് എ ബ്രഷ്, നോ പ്രോബ്ലം. ഈ കൈ ഒന്ന് കഴുകിയിട്ട് ഈ ഫിംഗർ വെച്ച് തന്നെ ആ എഡ്ജസ് കൂടെ ഒന്ന് റൺ ചെയ്താൽ മതി. അവിടെ ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യാനാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. ഇനി ഞാനൊരു ബ്രൗൺ പെൻസിൽ എടുത്ത് ഈ ഔട്ടർ കോർണേഴ്സ് മാത്രം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. ഇനി ഈ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് നമ്മളൊരു ആംഗിൾ ബ്രഷിൽ എടുത്തിട്ട് ആ ബ്രൗൺ ലൈനറിന് മുകളിൽ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സോ ജസ്റ്റ് ഇതിന്റെ മുകളിൽ കൂടെ സ്റ്റാമ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഐ ഷാഡോ നമ്മൾ ഓൾ ദ വേ ഇന്നർ കോർണേഴ്സ് വരെ യൂസ് ചെയ്യണം. സോ ഇനി ചെയ്യാൻ പോകുന്നതാണ് ഇതിന്റെ മെയിൻ സ്റ്റെപ്പ്. സോ ടേക്ക് എ പേപ്പർ ഓർ വട്ടെവർ. ഇച്ചിരി ഒരു സ്റ്റിഫ് എഡ്ജ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ മതി. ബിസിനസ് കാർഡ് അല്ലെ ടിഷ്യൂ ആണെങ്കിലും മടക്കി യൂസ് ചെയ്താൽ മതി. ഇതിപ്പോൾ എൻ്റെ ഒരു പൊട്ടിന്റെ ഒരു പാക്കറ്റ് ആണ്. ആൻഡ് ഇത് നമ്മുടെ ആ ഒരു ആംഗിളിൽ വെച്ചാൽ മതി. നമ്മുടെ ആ ഒരു വിങ് ഇതൊരു ആംഗിളിൽ വെച്ചാൽ മതി. നമ്മുടെ ആ ഒരു വിങ് ഐലൈനർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ആംഗിളിൽ. ഇറ്റ്സ് എൻ ഓൾഡ് ടെക്നിക് ബട്ട് ഇറ്റ് റിയലി വർക്ക്സ്. ചിലർ പൊട്ടിച്ചിട്ട് ചെയ്യും. ഓഫ് കോഴ്സ് ദാറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. പക്ഷേ അത്രയും എഫേർട്ട് എടുക്കണ്ടെങ്കിൽ ദിസ് വർക്ക്സ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആംഗിളിൽ പ്ലേസ് ചെയ്യാൻ പോകണം. എനിക്ക് നമ്മുടെ ഈ ലോവർ ലാഷ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആ ഒരു ആംഗിളാണ് എനിക്ക് പ്രിഫറൻസ്. സോ ഞാൻ എന്താ അങ്ങനെ വെക്കാൻ പോവാണ്. ആൻഡ് ആ ലൈൻ ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്രയും എക്സ്റ്റെൻഡ് ചെയ്യണോ അത്രയും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ആൻഡ് ദെൻ ഈ ഒരു ലൈൻ നമ്മുടെ ബ്രൗൺ പെൻസിലുമായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. ആൻഡ് നമ്മൾ സെയിം ഷെയ്ഡ് ലോവർ ലാഷ് ലൈനിലും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഞാൻ ഈ സെയിം സംഭവം മറ്റേ കണ്ണിലൂടെ ചെയ്തിട്ട് ഇപ്പം തിരിച്ചു വരാം. അടാ ഓൾമോസ്റ്റ് തീരാറായി. ലോ വാട്ടർ ലൈനിലും കൂടെ ഈ ബ്രൗൺ പെൻസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. ഇനി ഞാൻ ഈ ഒരു ഷിമറി വൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്ത് നമ്മുടെ ഇന്നർ കോർണേഴ്സ് ഹൈലൈറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ലാസ്റ്റ് മലയാളം വീഡിയോക്കകത്ത് ഈ ടിയർ ഡക്റ്റിന്റെ മലയാളം വേർഡ് എന്തുവാന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ ആസ്റ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് കമന്റ് എന്ന്. ആൻഡ് ആ വീഡിയോക്കകത്ത് ആക്ച്വലി ഒരാൾ അതിൻ്റെ റിയൽ പേര് പറഞ്ഞായിരുന്നു. ഒബ്വിയസ്ലി ഐ ഡോണ്ട് റിമെമ്പർ ഇറ്റ്, ബട്ട് ഗുഡ് ജോബ്. സോ ഇനി ആസ് യൂഷ്വൽ എനിക്ക് എൻ്റെ ലാഷസ് കേൾ ചെയ്യണം, മസ്കാര അപ്ലൈ ചെയ്യണം. സോ ഐ എം ഗോണ ഡു ദാറ്റ്. ഇഫ് യു വാണ്ട് ഇതിൻ്റെ കൂടെ ഫേക്ക് ലാഷസ് അപ്ലൈ ചെയ്താൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ബട്ട് ഫോർ മീ ഫോർ ടുഡേ that's a little too much, so no. So ഞാനൊരു ഫുൾ ലെങ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൺ ഹൗ ഐ കേൾ മൈ ലാഷസ് ആൻഡ് വാട്ട് മസ്കാര അപ്ലൈ ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് അപ്പ് ചെയ്യാം. പ്ലീസ് ടു ചെക്ക് ഇറ്റ് ഔട്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്നെ പോലെ പിൻ സ്ട്രേറ്റ് ലാഷസ് ആണെങ്കിൽ. നമ്മുടെ ഐലിഡ്സ് വളരെ ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ ഈ മസ്കാര അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് റിയലി സ്റ്റാൻഡ്സ് ഔട്ട്. നമ്മൾ യൂഷ്വലി ഡാർക്ക് ഐ ഷാഡോസ് ആ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മുടെ ഐ ലാഷസ് ഗെറ്റ്സ് ലോസ്റ്റ്. ബട്ട് ഈ ഒരു ലുക്കിന് ഐ തിങ്ക് യു മസ്റ്റ് അപ്ലൈ മസ്കാര. ഫൈനൽ സ്റ്റെപ്പ് ഇസ് ലിപ്സ്റ്റിക്. അത് ഞാൻ യൂസ് ചെയ്യുന്നത് നിക്സിന്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീം. ഷെയ്ഡ് നെയിം ഇസ് ബുഡാപെസ്റ്റ്. ഞാൻ മേക്കപ്പ് തുടങ്ങുന്നതിന് മുന്നേ ലിപ് ബാം അപ്ലൈ ചെയ്തായിരുന്നു. സോ ഐ എം നോട്ട് ഗോണ ഡു ഇറ്റ് അഗൈൻ.
ഇത് ഇച്ചിരി ഓവറായി പോയല്ലേ, വേണ്ട. And we are done. Slow-mos obviously എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, ബട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടേക്ക് ദിസ് ടൈം ടു താങ്ക് എവ്രി വൺ, സ്പെഷ്യലി എൻ്റെ മലയാളം വീഡിയോ കണ്ട് എൻ്റെ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും, എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ബിഗ് താങ്ക് യു. പ്ലീസ് സ്റ്റേ വിത്ത് മീ. ഞാൻ ഇനിയും റെഗുലർലി മലയാളം വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാം. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും പറയണ്ട, ഓക്കെ? ആൻഡ് ഞാൻ നിങ്ങൾ ഈ ലുക്ക് ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ടു സെൻഡ് മീ ദ ഫോട്ടോസ് ഓൺ ഇൻസ്റ്റാഗ്രാം. മൈ ലിങ്ക് ഇസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഐ വുഡ് ലവ് ടു സീ ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. പ്ലീസ് ഗിവ് മീ സജഷൻസ്. അടുത്ത മലയാളം വീഡിയോയിൽ ഏത് ടോപ്പിക്കാണ് കവർ ചെയ്യേണ്ടതെന്നുള്ളത്. വേറെ ഒന്നും പറയാനില്ല. സോ താങ്ക് യു വാച്ചിങ് ടിൽ ദി എൻഡ്. ബൈ ഗൈസ്.